നൽകിയത് വിജയത്തോട് അടുത്ത ശേഷമായിരുന്നു ആറ്റിങ്ങലിൽ LDF പരാജയത്തിലേക്ക് പോയത്. മാറി മറിഞ്ഞ ഫലങ്ങൾക്കും റീകൗണ്ടിങ്ങിനും ഒടുവിൽ അടൂർ പ്രകാശ് വിജയം നേടിയപ്പോൾ BJPയുടെ വോട്ട് വളർച്ച വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി നിർണയ ചിത്രം വ്യക്തമായതോടുകൂടി തന്നെ ആറ്റിങ്ങൽ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുമെന്ന് ഉറപ്പായിരുന്നു. സംസ്ഥാനത്തിന് ഏറ്റവും ശക്തിയേറിയ അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലമായി ആറ്റിങ്ങൽ മാറി. ഇന്ന് വോട്ട് എണ്ണലിന്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ എത്രത്തോളം ശക്തമായിരുന്നു ആറ്റിങ്ങലിലെ പോരാട്ടമെന്ന് വ്യക്തമാകുന്നതായിരുന്നു പുറത്തുവന്ന കണക്കുകൾ. ആദ്യഘട്ടത്തിൽ അടൂർ പ്രകാശ് നേരിയ ലീഡിൽ മുന്നേറി. പിന്നീട് അത് വി ജോയ്സ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി തിരിച്ചുപിടിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറിമറിയുകയായിരുന്നു. അവസാന ഘട്ടത്തിൽ അവസാനം 40,000 വോട്ട് മാത്രം എണ്ണാനുള്ളപ്പോൾ 5,000 വോട്ടിന്റെ നിർണായക ലീഡിലേക്ക് വി ജോയ് വന്നതോടുകൂടി ജോയിക്ക് അനുകൂലമായി മാറും കാര്യങ്ങൾ. CPM തങ്ങളുടെ കോട്ട തിരിച്ചുപിടിക്കും എന്ന പ്രതീതി പൊതുവിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ അവസാന റൌണ്ടിൽ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുകയായിരുന്നു. കാട്ടാക്കട പൂവച്ചൽ പഞ്ചായത്തുകൾ എണ്ണുമ്പോഴാണ് പൂർണ്ണമായും വി ജോയിൽ നിന്ന് വിജയം അടൂർ പ്രകാശിലേക്ക് വഴിമാറിയത്. 5,000-ഓളം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പൊടുന്നനെ 1,500-ഉം പിന്നീട് നേരെ താഴേക്കും മാറുകയായിരുന്നു. അവിടെ നിന്ന് ലീഡ് പിടിച്ച അടൂർ പ്രകാശ് പിന്നീട് നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിച്ചു കയറി. നേരിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴും അടൂർ പ്രകാശ് രണ്ട് പ്രകാശുമാർ പിടിച്ച വോട്ടുകൾ കൂടി കണക്കാക്കേണ്ട 2,500-ഓളം വോട്ടുകളാണ് രണ്ടുപേർ ചേർന്ന് പിടിച്ചത്. അത് അടൂർ പ്രകാശിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് തീരുമാനത്തിനെതിരെ അല്ലെങ്കിൽ വോട്ടെണ്ണൽ ഫലത്തിനെതിരെ റീകൌണ്ടിംഗ് അടക്കമുള്ള ആവശ്യങ്ങൾ ഇടതുമുന്നണി ഉന്നയിക്കാൻ ആലോചിക്കുന്നുണ്ട്. ഏതായാലും അത് ആ രീതി നടക്കുമെങ്കിലും അടൂർ പ്രകാശിന്റേത് തിളക്കമേറിയ വിജയം തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നിലനിർത്താനായില്ലെങ്കിലും ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ 2,48,000 വോട്ടാണ് BJPയുടെ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ പിടിച്ചത്. അത് 3,14,000-ലധികം വോട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വി സുരേന്ദ്രൻ എന്ന കേന്ദ്ര സഹമന്ത്രിക്ക് കഴിഞ്ഞത് വലിയ നേട്ടമായി BJP എടുക്കുമെന്ന് ഉറപ്പാണ്. അതിശക്തമായ പോരാട്ടമാണ് ഇടത് വലത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വി മുരളീധരൻ നൽകിയത്. ഒരു വേള മുരളീധരൻ ജയിച്ചേക്കാമെന്ന പ്രതീതി പോലും മൂന്നാം സ്ഥാനത്ത് തുടരുമ്പോഴും ഏതെങ്കിലും മണ്ഡലങ്ങൾ എണ്ണുമ്പോൾ മുന്നിൽ കയറി വരുമെന്ന ഒരു പ്രതീതി BJP ക്യാമ്പിൽ വലിയ ആത്മവിശ്വാസമായി പടരുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് CPMന്റെ എക്കാലത്തെ ശക്തികേന്ദ്രമായ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ 6,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് BJP സ്ഥാനാർത്ഥി വി മുരളീധരൻ ലഭിച്ചത്. കാട്ടാക്കടയിൽ മികച്ച ഭൂരിപക്ഷം, അതായത് 2 മണ്ഡലങ്ങളിൽ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മുന്നിൽ വരാൻ ആദ്യ സ്ഥാനത്ത് വരാൻ BJPക്ക് കഴിഞ്ഞു. വർക്കലയിൽ മാത്രം ഒതുങ്ങി വി ജോയിയുടെ ഇടതുമുന്നണിയുടെ മുന്നേറ്റം. മറ്റ് 4 മണ്ഡലങ്ങളിലും UDF മികച്ച നേട്ടം കൊയ്തു. കഴിഞ്ഞ തവണ 2019-ൽ നെടുമങ്ങാട് മാത്രമാണ് സമ്പത്തിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് മുന്നേറാനായത്. ഇത്തവണ അത് ഇടതുമുന്നണിയുടെ മുന്നേറ്റം വർക്കലയിൽ ഒതുങ്ങി. വർക്കലയുടെ MLA കൂടിയാണ് വി ജോയ്. മറ്റ് 4 മണ്ഡലങ്ങളിൽ UDF-ഉം 2 BJPയും മുന്നിൽ എത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ BJPക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കുകളാണ് ആറ്റിങ്ങൽ ഉണ്ടാകുന്നത്. ആറ്റിങ്ങലിൽ ക്രമാനുഗതമായ ശക്തമായ വളർച്ചയാണ് BJP രാഷ്ട്രീയമായി ഉണ്ടാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വരുന്നു എന്നുള്ളത് ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ വെല്ലുവിളിയാണ്. ആറ്റിങ്ങൽ ഇടത് കോട്ടയെന്ന് ഇതുവരെ പറയാമെങ്കിൽ ഇനി അങ്ങനെ ആ രീതിയിൽ പറയാൻ കഴിയാത്ത അത്ര തരത്തിലാണ് ആറ്റിങ്ങലിലെ തിരിച്ചടി ഇടതുമുന്നണിക്ക് CPMന് ഉണ്ടാക്കിയിട്ടുള്ളത്. CPMന് ഇരുത്തി ചിന്തിപ്പിക്കാൻ തക്ക തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും. CPMന്റെ മുഖത്തേറ്റ അടിയായി ആറ്റിങ്ങലിലെ ഈ പരാജയം മാറുകയാണ്. അത് പ്രത്യേകിച്ചും BJP 2 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തെത്തിയതാകും CPMനെ വരും ദിവസങ്ങളിൽ ചിന്തിപ്പിക്കുക. ഏതായാലും CPMന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയിക്ക് തുടരാം. അതുപോലെ ആറ്റിങ്ങലിൽ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാകുകയും ചെയ്തു. ജനങ്ങൾക്ക് നന്ദി പറഞ്ഞ അടൂർ പ്രകാശ് വിജയം ഉറപ്പായിരുന്നു. അപരന്മാരെ നിർത്തിയത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഭൂരിപക്ഷത്തെക്കാൾ വോട്ട് അപരന്മാർ നേടിയെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. അങ്ങനെ ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഞാൻ ആ വിശ്വാസം അനുസരിച്ച് തന്നെ പരമാവധി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ അപരന്മാരെ കൊണ്ട് അത്തരത്തിൽ നിർത്തി വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ യോജിച്ചതല്ല. 5 വർഷക്കാലത്തെ എന്റെ പ്രവർത്തനങ്ങൾ അവർ അംഗീകരിച്ചുകൊണ്ട് എനിക്കതിനൊരു അവസരം എനിക്ക് ഒരുക്കി തന്നു. ആ അവസരം ഒരുക്കിയത് സത്യത്തിൽ
കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരാളാണ്. അതിലൊരു അംഗീകാരം എനിക്ക് ജനങ്ങൾ തന്നു. 2019 LDFന്റെ ആകെ ഒരു കനൽ എന്ന് പറയുന്നത് ആലപ്പുഴയായിരുന്നു. അവിടെ പക്ഷേ ഇന്നലെ തോൽവി നേരിട്ടു. ആ പരാജയം പാർട്ടി പരിശോധിക്കുമെന്നാണ് സ്ഥാനാർത്ഥി AM ആരിഫ് പറയുന്നത്. ചേർത്തലയിൽ പ്രതീക്ഷിച്ചതിന്റെ അടുത്തുപോലും വോട്ട് ലഭിച്ചില്ല. കോൺഗ്രസിന്റെയും ഇടതുമുന്നണിയുടെയും വോട്ടുകൾ NDAക്ക് പോയി. CPM ശക്തി കേന്ദ്രങ്ങളിൽ മൂന്നാമതായത് പാർട്ടി പരിശോധിക്കും. വർഗീയ ശക്തികൾ കൂടുതൽ വോട്ട് പിടിച്ചതിനെ പറ്റി ഗൗരവമായി പരിശോധിക്കുമെന്നും പ്രവർത്തന രാഹിത്യം ഉണ്ടായോ എന്ന ചോദ്യത്തിന് പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നുമായിരുന്നു AM ആരിഫിന്റെ മറുപടി. SNDP ഫാക്ടർ മാത്രം BJPക്ക് ഗുണം ചെയ്തു എന്ന് കരുതുന്നില്ല എന്നും ആരിഫ് പറഞ്ഞു. കേരളത്തിലൊട്ടാകെ LDFന് പ്രതികൂലമായ ഒരു ജനവിധിയാണ് വന്നിരിക്കുന്നത്. അത് ആലപ്പുഴയിലും പ്രതിഫലിച്ചിട്ടുണ്ട് നല്ല നിലയിൽ. പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ പാർട്ടിയാണ് പരിശോധിക്കുന്നത്. പാർട്ടിയും മുന്നണിയും പരിശോധിച്ച് ആവശ്യമായ പ്രതികരണങ്ങൾ അക്കാര്യത്തിൽ പാർട്ടി ജില്ലാ സംസ്ഥാന നേതൃത്വം നടത്തും. ഇപ്പോൾ വ്യക്തിപരമായ കാര്യത്തിൽ ഞാനൊന്നും പറയാൻ ഇപ്പോൾ ഈ സമയത്ത് തയ്യാറല്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വിശകലനം നടത്തിയിട്ടില്ല. ഒരേ ഒരു വിശകലനമേ ഉള്ളൂ. കഴിഞ്ഞ കുറേ അധികം തെരഞ്ഞെടുപ്പുകളിലായി മത്സരിച്ച് ഉള്ള അനുഭവ പാഠം വെച്ച് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംബന്ധിച്ചുള്ള എന്റെ റീഡിങ്, എന്റെ വ്യക്തിപരമായ വിശകലനങ്ങളെല്ലാം പിശകായിരുന്നു, അത് തെറ്റായിരുന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റും. ബാക്കിയെല്ലാം ഇപ്പൊ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. തെരഞ്ഞെടുപ്പിലെ തോൽവി വിശദമായി പരിശോധിക്കുമെന്ന് A വിജയരാഘവനും പറഞ്ഞു. കേരളത്തിൽ പൊതുവെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന് അത്ര അനുകൂലമല്ല. തൃശൂരിൽ കോൺഗ്രസ് വോട്ട് എവിടേക്കാണ് പോയത് എന്ന് പരിശോധിക്കണം. ഭരണവിരുദ്ധ വികാരമുണ്ടായോ എന്ന് പരിശോധിക്കാമെന്നും വിജയരാഘവൻ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കേണ്ടത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊതുവെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയങ്ങൾ നേടുന്നത് അപൂർവമാണ്. വളരെ ഇപ്പോൾ 970 ആകെ 2 സീറ്റിലാണ് ജയിച്ചത്. 84 2-3 സീറ്റിലാണ് ജയിച്ചത്. പൊതുവെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ കേരളത്തിൽ UDF ജയിക്കുക എന്നുള്ള ആ സ്ഥിതിയുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ BJP അക്കൗണ്ട് തുറന്ന തൃശ്ശൂരിൽ എവിടെയാണ് കോൺഗ്രസ് എന്നുള്ളത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് MP ഉള്ളൊരു മണ്ഡലത്തിലാണ് വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ച ഒരു മണ്ഡലത്തിലാണ് ഇത്തവണ BJP ജയിച്ചതും കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് അതും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDFലാണ് ഇനി ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ ആ ഫലം കൂടുതൽ ചർച്ചകളിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഭരണവിരുദ്ധ വികാരം അത് കണക്ക് കൂട്ടിയിരുന്നുവെങ്കിലും ഇത്രയും തീവ്രത ഉണ്ടാകുമെന്ന് CPM അത് ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും 4 സീറ്റിലും തോറ്റ CPIയും പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കും. കോട്ടയത്തെ കനത്ത തിരിച്ചടിയോടുകൂടി രാജ്യസഭാ സീറ്റ് എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യത്തിന് മൂർച്ച കൂടുകയും ചെയ്യും. മികച്ച വിജയം ഉണ്ടായില്ലെങ്കിലും തൃശൂരിലെ പരാജയം കോൺഗ്രസിനുള്ളിലും പൊട്ടിത്തെറിക്ക് തിരി ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. BJP അക്കൗണ്ട് തുറന്നതും വോട്ട് ശതമാനം ഉയർന്നതും LDFനെയും UDFനെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലം അത് ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്ന ദിനങ്ങളാണ് വരാൻ പോകുന്നത്. VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. വിശദാംശങ്ങളുമായി അരുൺ, ഈ തെരഞ്ഞെടുപ്പ് ഫലം അത് ഒരുപക്ഷെ ഈ കേരളത്തിൽ ഇനിയുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റം വരുത്തുമെന്ന് അങ്ങനെ കരുതേണ്ടി വരും. പ്രത്യേകിച്ചും LDFലും UDFലും 18 സീറ്റ് UDF നേടിയെങ്കിൽ പോലും തൃശ്ശൂർ അതൊരു വലിയ തലവേദനയായി നിൽക്കും. പ്രത്യേകിച്ചും K മുരളീധരന്റെ ഇന്നലത്തെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ. ആദ്യം LDFന്റെ ഒരു കണക്ക് കൂട്ടലുകളിൽ വിലയിരുത്തലുകളിൽ എത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുക? അത് കേവലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും തിരിച്ചടി നേരിടുന്നു, ആ തരത്തിൽ മാത്രം പറഞ്ഞൊഴിയാൻ കഴിയുമോ LDFന്? എൽദോ, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പിന്നീട് പ്രചരണ ഘട്ടത്തിലൊക്കെ CPI നേതാക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് അവരുടെ പ്രതീക്ഷയും ഒരു പരിധിവരെ ആശങ്കയും
എത്രത്തോളം ആഴത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം ആഴത്തിലായിരുന്നു, എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് ശരിക്കും CPM നേതൃത്വത്തെ, ഇടതുമുന്നണി നേതൃത്വത്തെ മനസ്സിലാക്കി കൊടുത്ത തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇന്നലെ ഉണ്ടായത്. അങ്ങേയറ്റം ഭരണവിരുദ്ധ വികാരമായിരുന്നു ജനങ്ങളിൽ ഉണ്ടായിരുന്നത്. ജനങ്ങൾ ഒരുപക്ഷെ CPM-നെ, ഇടതുമുന്നണിയെ തെരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ തീരുമാനമെടുത്ത് ഇറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത്. അത് CPM തിരിച്ചറിയുന്നുവോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രാഥമിക പ്രതികരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 2019-ലും സമാനമായ തിരിച്ചടിയാണ് ഇടതുമുന്നണിക്ക് സംസ്ഥാനത്തുണ്ടായത്. അന്ന് പറഞ്ഞു നിൽക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അത് ഈ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറത്തേക്ക് ശബരിമല വിഷയത്തിൽ എടുത്ത ഒരു നിലപാടാണ്, CPM സ്വീകരിച്ച, ഇടതുമുന്നണി സ്വീകരിച്ച നിലപാടാണ്. അതാണ് തിരിച്ചടിയായത്. അതിനൊപ്പം രാഹുൽ ഗാന്ധി ഇമ്പാക്റ്റും എഫക്റ്റും അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് അത് ഏറ്റുപറയാൻ, ശബരിമല തിരിച്ചടിയായെന്ന് ഏറ്റുപറയാൻ, ആ തെറ്റ് തിരുത്താൻ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ CPM നേതൃത്വം, CPM സംസ്ഥാന സെക്രട്ടറി എന്ന കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം തയ്യാറായിരുന്നു. CPM-ന്റെ അവലോകന റിപ്പോർട്ടിലടക്കം ശബരിമല തിരിച്ചടിയായി, അതിൽ സ്വീകരിച്ച നിലപാട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന ഏറ്റുപറച്ചിലുണ്ടായിരുന്നു. അത്തരമൊരു തിരുത്തലിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. എപ്പോഴും CPM നേതാക്കൾ പറയുന്നത് BJP-ക്ക് വളക്കൂറാകുന്നത്, BJP-യെ വളരാൻ സഹായിക്കുന്നത്, BJP ജയിപ്പിക്കുന്നത്, BJP-യെ മുന്നോട്ട് കൊണ്ടുവരുന്നത് കോൺഗ്രസിന്റെ വോട്ടുകളാണ്, UDF വോട്ടുകളാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സ്ഥിരം പല്ലവി പോലും ഇനി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് CPM പോകുന്നത്. കാരണം CPM-ന്റെ കോട്ടകൾ പിളർത്തിക്കൊണ്ടാണ് BJP-യുടെ മുന്നേറ്റം പലയിടത്തും ഉണ്ടായത്. കണ്ണൂരിൽ തുടങ്ങി തിരുവനന്തപുരത്ത് ആറ്റിങ്ങലടക്കം കണ്ടത് അതാണ്. ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം CPM ഒരിക്കലും കൈവിട്ടിട്ടില്ലാത്ത മണ്ഡലമാണ്. അത്രയധികം സ്വാധീനം അവർക്കുള്ള മണ്ഡലമാണ്. അവിടെ 6500-ഓളം വോട്ടുകൾക്കാണ് CPM സ്ഥാനാർത്ഥി പിന്തള്ളപ്പെട്ടത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ആറ്റിങ്ങലിലെ അയൽ പഞ്ചായത്തായ അല്ലെങ്കിൽ അയൽഭാഗമായ വർക്കലയിൽ നിന്നുള്ള V. ജോയ് അവിടെ പിന്തള്ളപ്പെട്ടത്. കാട്ടാക്കടയിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു CPM. ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ നടത്തി. ആലത്തൂരിൽ അതിശക്തമായ പോരാട്ടം അവിടുത്തെ BJP സ്ഥാനാർത്ഥി നടത്തി. മാത്രമല്ല, അങ്ങനെ ഒരു പോരാട്ടം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ CPM-ന്റെ ഏറ്റവും ജനകീയ മുഖങ്ങളിലൊന്നായ K. രാധാകൃഷ്ണൻ പരാജയപ്പെടുമായിരുന്നു. CPM സംഭൂജിരായനെ കേരളത്തിൽ, ഇടതുമുന്നണി സംഭൂജിരായ കേരളത്തിൽ എന്ന വലിയ യാഥാർത്ഥ്യം അവർക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഏത് മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും BJP-യുടെ വലിയ അവിടെയാണ് പ്രശ്നം. ഈ ഇടതുമുന്നണി യോഗം ചേരുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ശൈലി, ആ ശൈലിയിലുള്ള മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ മുന്നണി യോഗത്തിൽ ഉയരാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ചും ഈ ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ സ്റ്റാർ ക്യാമ്പയിനറായി ഇറക്കിയാണ്. ഓരോ മണ്ഡലത്തിലും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു LDF-ന്റെ പ്രചാരണം. അപ്പോൾ അതിന് മറുപടി നൽകേണ്ടതും അത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതും മുഖ്യമന്ത്രിയല്ലേ? തീർച്ചയായിട്ടും ഈ വലിയ തോൽവിയുടെ ഉത്തരവാദി ആരെന്ന ചോദ്യമാണ് ഉയർന്നത്. തുടർച്ചയായ രണ്ടാം ഭരണത്തിലേക്ക്, അല്ലെങ്കിൽ രണ്ടാം ടൈമിലേക്ക്, തുടർഭരണത്തിലേക്ക് ഇടതുമുന്നണി എത്തിയപ്പോൾ അതിന്റെ ശില്പി ആരാണ് അതിന് ഉത്തരവാദി? ആരുടെ നേതൃപാഠവുമാണ് അതിലേക്ക് എത്തിച്ചതെന്ന കാര്യത്തിൽ ഇടതുമുന്നണിക്കോ CPM-നോ ഒരു സംശയവുമില്ലായിരുന്നു. തങ്ങളുടെ ക്യാപ്റ്റനായി അവർ കണ്ട പിണറായി വിജയന്റെ ഒറ്റ കഴിവിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നായകത്വത്തിൽ ഇടതുമുന്നണി തിരിച്ചു വന്നു എന്ന വലിയ ആത്മവിശ്വാസത്തോടെ, അഭിമാനത്തോടെ പറയുമായിരുന്നു. അങ്ങനെയെങ്കിൽ, അങ്ങനെ വിജയത്തിന് കാരണക്കാരൻ ക്യാപ്റ്റൻ പിണറായി വിജയനാണെങ്കിൽ പരാജയത്തിന് കാരണക്കാരനും സ്വാഭാവികമായും അദ്ദേഹമാണ്. അത് ഏറ്റുപറയാൻ, അത് തുറന്നു പറയാൻ, അവിടെ നടത്താൻ CPM-ഉം ഇടതു നേതൃത്വവും തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഒരു കാര്യം പറയാം, CPM-ന്റെ ഇപ്പോഴത്തെ സംഘടനാ രീതി വെച്ച്, സംഘടനാ ശൈലി വെച്ച് അങ്ങനെ ഒരു ഏറ്റുപറച്ചിലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വ ചോദ്യം ചെയ്യലോ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ അത് ചെറിയ ചെറിയ മുറുമുറുപ്പുകളായി, അമർഷങ്ങളായി പല കോണുകളിൽ നിന്നും, അത് സാമൂഹ്യ മാധ്യമങ്ങളിലാകട്ടെ, നേതാക്കളുടെ പ്രതികരണങ്ങളിലാകട്ടെ ഉണ്ടായി വരുന്നുണ്ട്. അത് CPM-ന്റെ സെക്രട്ടറി യോഗം നടക്കുമ്പോൾ, സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോൾ അങ്ങനെ ഒരു ഏറ്റുപറച്ചിലേക്കും തുറന്നു പറച്ചിലേക്കും പോകാനുള്ള ആർജവം ഏതെങ്കിലും CPM നേതാവ് കാണിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇടതുമുന്നണി നേതൃത്വം, CPI-യുടെ കാര്യമൊക്കെ അവിടെ വളരെ നിർണായകമാണ്. നേരത്തെയൊക്കെ തിരുത്തൽ ശക്തിയായിരുന്നു CPI. തെറ്റുപറ്റി എന്ന് ഏറ്റുപറയാൻ CPI-യും തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഏതായാലും അത്ര സുഖകരമല്ലാത്ത നാളുകളാണ് CPM-നെ കാത്തിരിക്കുന്നത്, ഇടതുമുന്നണിയെ കാത്തിരിക്കുന്നത്. BJP-യുടെ വലിയ മുന്നേറ്റം അവരെ അസ്വസ്ഥരാക്കുമെന്ന് ഉറപ്പാണ്. BJP-യിലേക്ക് വോട്ടുകൾ പോയത് കോൺഗ്രസ് പാളയത്തിൽ, തൃശ്ശൂരിൽ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നിൽക്കാം. അതിനപ്പുറത്തേക്ക് മറ്റു പല ലോക്സഭാ മണ്ഡലങ്ങളിലും, ഞാൻ നേരത്തെ തിരുവനന്തപുരം അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ, അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ വോട്ട് ചോർന്നത് CPM-ൽ നിന്നാണ്. പ്രത്യേകിച്ചും ആലപ്പുഴ പോലെ CPM-ന്റെ ഏറ്റവും വൈകാരിക ബന്ധമുള്ള ഒരു നാട്ടിൽ, കണ്ണൂർ പോലെ CPM-നെ അത്രയധികം ശക്തിയുള്ള പിണറായി വിജയന്റെ നാട്ടിൽ പോലും അത്രയധികം ചോർച്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കാരണങ്ങൾ മറ്റു പലതുമാണ്. അത് പരിശോധിക്കാൻ CPM തയ്യാറാകുമോ? അതിന്റെ യഥാർത്ഥ കാരണക്കാർ ആരെന്ന് തുറന്നു പറയാൻ
തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. വൈകാതെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. സംസ്ഥാന സമിതി പിന്നാലെ ചേരും. ഇടതുമുന്നണി യോഗം അടിയന്തരമായി ചേരേണ്ട സാഹചര്യം ഇടതുമുന്നണി, കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ 6-ാം തീയതി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ഒരുപക്ഷെ ഇടതുമുന്നണി യോഗം ചേർന്നേക്കാം. സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഫലം എന്തായാലും കോൺഗ്രസിനാണ് ഒരു കൂട്ടപ്പൊരിച്ചിലുണ്ടാകുന്നതെങ്കിൽ ആ സ്ഥാനത്ത് ആ സാധ്യത ഇത്തവണ LDF-ലാണ്, CPM-ലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുൺ തുടരുക. ഒരു കാര്യം കൂടിയുണ്ട്, പ്രത്യേകിച്ചും മന്ത്രി K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിച്ച ഒരു ആശ്വാസം CPM-നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു പ്രശ്നം മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയിലേക്ക് കാര്യങ്ങൾ കടക്കണം എന്നുള്ളതാണ്. അപ്പോൾ MBA തെരഞ്ഞെടുക്കപ്പെട്ടാൽ 14 ദിവസത്തിനകം നിയമസഭാംഗത്വം രാജിവെക്കണം എന്നുള്ള ചട്ടം കൂടി നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് CPM ഈ അടിയന്തരമായി തന്നെ കടക്കും എന്ന് കരുതാൻ കഴിയുമോ? തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വിജ്ഞാപനം നോട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞാൽ 14 ദിവസത്തിനകം നിയമസഭാംഗത്വം രാജിവെക്കണമെന്നാണ് ചട്ടം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും K. രാധാകൃഷ്ണൻ ഉടൻ രാജിവെക്കേണ്ടി വരും. MLA സ്ഥാനവും അതുപോലെ മന്ത്രിസ്ഥാനവും രാജിവെക്കേണ്ടി വരും. ഇന്ന് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. വൈകാതെ അദ്ദേഹം രാജി സമർപ്പിച്ചേക്കും. അവിടെയാണ് അടുത്ത പ്രശ്നം CPM-നെ കാത്തിരിക്കുന്നത്. ആരാകും പുതിയ മന്ത്രി? മന്ത്രിസഭയിലേക്ക് നിലവിൽ അദ്ദേഹം പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള CPM-ന്റെ മറ്റ് നേതാക്കൾ OR കേളുവുണ്ട്. അതുപോലെ തന്നെ VP ശ്രീനിജൻ CPM-വുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ചേർന്ന് നിൽക്കുന്ന ആളാണ്. VP ശ്രീനിജന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. KM സച്ചിൻ ദേവ് ഉണ്ട്. അങ്ങനെ പല പേരുകൾ പരിഗണനയിലുണ്ട്. ഇതിൽ ആരെയെങ്കിലും മന്ത്രിയാക്കുമോ, അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനം തൽക്കാലത്തേക്ക് മറ്റേതെങ്കിലും മന്ത്രിമാർക്ക് കൂടി പകുത്ത് നൽകുമോ എന്ന കാര്യമൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും ആലത്തൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിന്ന് പകരം ഒരാളെ ജയിപ്പിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ മന്ത്രിയാക്കുമോ എന്ന കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. ഏതായാലും വൈകാതെ K. രാധാകൃഷ്ണൻ രാജി ഉണ്ടാവും. മന്ത്രിസഭയിൽ ഒരു മാറ്റം, അത് ഈ ഒരു മാറ്റം മാത്രമായി ചുരുക്കുമോ? ഇപ്പോഴത്തെ കനത്ത തിരിച്ചടിയുടെ ജനങ്ങൾ കൃത്യമായ സന്ദേശമാണ് ഇടതുമുന്നണിക്ക് നൽകിയത്. ഇങ്ങനെ പോയാൽ പകരക്കാരെ തേടും എന്നൊരു വലിയ സന്ദേശം ഇടതുമുന്നണിക്ക് ജനം നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഖം മിനുക്കാൻ, അത് ഏത് തലം വരെ, ഏതറ്റം വരെ മുഖമിനുക്കൽ പോകുമെന്ന് അറിയില്ല. ഏതായാലും മുഖമിനുക്കാൻ തയ്യാറാകുമോ? മന്ത്രിസഭയിൽ അഴിച്ചുപണിക്കൊക്കെ CPM സാധാരണ അത്ര അഴിച്ചുപണിക്കൊന്നും മെനക്കെടുന്ന പാർട്ടിയല്ല. ഒരു സർക്കാർ രൂപീകരിച്ചാൽ അത് 5 വർഷവും അങ്ങനെ തന്നെ പോകും. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ മന്ത്രിസഭയിലൊക്കെ മാറ്റം വരുത്താറുള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിനും കൂടി CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. വരും ദിവസങ്ങളിൽ മാത്രമേ അതിന് മറുപടി ഉണ്ടാകൂ. ഏതായാലും അധികം വൈകാതെ K. രാധാകൃഷ്ണൻ MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും രാജിവെക്കും. ജൂൺ 10-ന്, ഈ മാസം 10-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരുകയാണ്. നിയമസഭയിലേക്ക് K. രാധാകൃഷ്ണൻ എത്താനുള്ള സാധ്യത കുറവാണ്. ഇന്ന് അദ്ദേഹവുമായി കൂടുതൽ ഈ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങളിലേക്ക് കടക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും K. രാധാകൃഷ്ണൻ ഇന്ന് തലസ്ഥാനത്തുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കും. ഒരുപക്ഷെ ഈ അദ്ദേഹത്തിന്റെ ഈ ടൈമിലെ അവസാന മന്ത്രിസഭാ യോഗമായി ഇത് മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഓക്കെ, അരുൺ സൂചിപ്പിച്ചതുപോലെ പകരം ആര് രാധാകൃഷ്ണൻ പകരം മന്ത്രിസഭയിലേക്ക് എന്നുള്ളതും CPM-ന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. അത് ആരൊക്കെ ഉൾക്കൊള്ളിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതാം.